ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മളിനി ബേസിക്സ് ഓഫ് കോസ്റ്റ് ഓഡിറ്റിൻ്റെ ചാപ്റ്റർ 1 6th ടോപ്പിക്ക് മുതലാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ടോപ്പിക്ക് പറയുന്നത് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് കോസ്റ്റ് ഓഡിറ്റാണ്. എന്താണ് കോസ്റ്റ് ഓഡിറ്റ്, അതിൻ്റെ ഡെഫിനിഷൻ. നമുക്ക് ആദ്യം മീനിങ് വായിച്ചു നോക്കാം. മീനിങ് എന്താണ്? മീനിങ് കോസ്റ്റ് ഓഡിറ്റ് ഈസ് ദ ഓഡിറ്റ് ഓഫ് കോസ്റ്റ് റെക്കോർഡ്സ്. നമ്മൾ പലപ്പോഴും പറഞ്ഞാണ് കോസ്റ്റ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മെറ്റീരിയൽ, ലേബർ, അതേപോലെ അതർ ഐറ്റം ഓഫ് കോസ്റ്റ്, അങ്ങനെ പറഞ്ഞാൽ ഓവർ ഹെഡ്. ഇതിൻ്റെ ഓഡിറ്റാണ് കോസ്റ്റ് ഓഡിറ്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ഇൻഡിപെൻഡൻറ്റ്, അല്ലേ? ഇൻഡിപെൻഡൻറ്റ് അഥവാ ഫ്രീ ഫ്രം ഇൻഫ്ലുവൻസ്. അങ്ങനെ പറഞ്ഞാൽ കോസ്റ്റ് ഓഡിറ്ററെ ആർക്കും സ്വാധീനിക്കാൻ പറ്റരുത്. കമ്പനിയുടെ ഇഷ്ടത്തിനനുസരിച്ച് കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കുന്ന ഒരു കോസ്റ്റ് ഓഡിറ്റർ ആവരുത്. വിച്ച് മീൻസ് ഹി ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ഇറ്റ് ഇൻവോൾവ് ആൻ ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ ഓഫ് കോസ്റ്റ് ബുക്സ്, കോസ്റ്റ് അക്കൗണ്ട്സ്, കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് സബ്സിഡിയറി ആൻഡ് പ്രൈമറി ഡോക്യുമെൻറ്റ് വിത്ത് എ വ്യൂ ടു സാറ്റിസ്ഫൈയിങ് ദ ഓഡിറ്റർ ദാറ്റ് these represent true and fair view of cost of production. ഓക്കെ, അഥവാ എന്താണ് കോസ്റ്റ് ഓഡിറ്റർ കോസ്റ്റ് ഓഡിറ്റിന് വിധേയമാക്കേണ്ടത് എന്ന് ചോദിച്ചാൽ കോസ്റ്റ് ബുക്സ്, അതേപോലെ കോസ്റ്റ് അക്കൗണ്ട്സ്, കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ സബ്സിഡിയറി ആൻഡ് പ്രൈമറി ഡോക്യുമെൻറ്റ് വിത്ത് വ്യൂ ടു സാറ്റിസ്ഫൈ. അഥവാ ഈ കോസ്റ്റ് ഓഡിറ്റർ എന്ത് ചെയ്യണം? പൂർണ്ണമായും സാറ്റിസ്ഫൈഡ് ആവണം. എന്തിൽ സാറ്റിസ്ഫൈഡ് ആവണം? ഇവർ പറഞ്ഞ കോസ്റ്റ് അക്കൗണ്ട്സും കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും സബ്സിഡറി പ്രൈമറി ഡോക്യുമെൻ്റൊക്കെ ഇവരുടെ യഥാർത്ഥമായ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കാണിക്കുന്നത് തന്നെയല്ലേ? അത് ട്രൂ ആൻഡ് ഫെയർ അല്ലേ? ഓക്കെ, സത്യസന്ധമായ ഡീറ്റെയിൽസ് അല്ലേ എന്ന് അയാൾക്ക് ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഒരു എക്സാമിനേഷൻ ആയിരിക്കണം അയാൾ നടത്തേണ്ടത്. ദിസ് ഇൻക്ലൂഡ്സ് ദ എക്സാമിനേഷൻ ഓഫ് ദ അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം. ഓക്കെ അല്ലേ? ദിസ് ഇൻക്ലൂഡ്സ് ദ എക്സാമിനേഷൻ ഓഫ് ദ അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം. എന്താ ഈ അപ്രോപ്രിയേറ്റ്? കറക്റ്റ്, യോജിച്ച അല്ലെങ്കിൽ ശരിയായ രീതിയിൽ എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ്. അതിനൊരു വ്യക്തമായൊരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അലോക്കേഷന് ചില ബേസ് എടുക്കുന്നുണ്ടാവും. അലോക്കേഷൻ ചെയ്യാനും അതേപോലെ അബ്സോർപ്ഷൻ ചെയ്യാനൊക്കെ ചില ടെക്നിക്സുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ പ്രൈസിങ് സിസ്റ്റത്തിന് ചില ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ എത്രത്തോളം ശരിയാം വണ്ണമാണ് അവർ ചെയ്തിട്ടുള്ളത്, കമ്പനി ചെയ്തിട്ടുള്ളത് എന്നും കൂടെ ഉറപ്പുവരുത്തേണ്ടത് ആരുടെയാണ്? ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ്, കോസ്റ്റ് ഓഡിറ്ററുടെ ഭാഗമാണ്. ഇപ്പോൾ ഈ അബ്സോർപ്ഷൻ ചെയ്യാൻ, ഓവർഹെഡ് അബ്സോർപ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പല റേറ്റുകൾ എടുക്കാറുണ്ട്. അത് ഏതാവാം? ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ മുകളിലാവാം, ഡയറക്റ്റ് ലേബറിൻ്റെ മുകളിലാവാം, പ്രൈം കോസ്റ്റിൻ്റെ മുകളിലാവാം, അല്ലെങ്കിൽ ഫാക്ടറി ഓവർഹെഡിൻ്റെ മുകളിലാവാം, യൂണിറ്റിൻ്റെ മുകളിലാവാം, മെഷീൻ ഹവറിൻ്റെ മുകളിലാവാം, ലേബർ ഹവറിൻ്റെ മുകളിലാവാം. ഇങ്ങനെ പല ബേസ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ബേസൊക്കെ എടുത്തത് എത്രത്തോളം ശരിയാണ്, ആ കമ്പനിക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബേസാണോ അത് എന്നൊക്കെ ഉറപ്പുവരുത്തുക എന്നുള്ളതും ആരുടെ ഒരു ഡ്യൂട്ടിയാണ്? കോസ്റ്റ് ഓഡിറ്റ് ചെയ്യുന്ന ആളുടെ ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ്റെ ഭാഗമാണ്. ഓക്കെ, ഇനി ഇവിടെ 2 ഡെഫിനിഷനാണ് പറഞ്ഞുള്ളത്. സാധാരണ എക്സാമിന് എന്ത് ചെയ്യാറില്ല, ഡെഫിനിഷനൊന്നും ചോദിക്കാറില്ല. പക്ഷേ ഏതെങ്കിലും ഒന്ന് നമ്മൾ പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. ഒന്ന് നമ്മുടെ വേൾഡിലെ തന്നെ ഏറ്റവും വലിയ CMA ഇൻസ്റ്റിറ്റ്യൂട്ടായ ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ലണ്ടൻ, CIMA എന്നൊക്കെ പറയും. അവർ പറഞ്ഞതാ വെരിഫിക്കേഷൻ ഓഫ് കറക്റ്റ്നെസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ദ അഡ്ഹറൻസ് ടു ദ കോസ്റ്റ് അക്കൗണ്ടിങ് പ്ലാൻ. അഥവാ ഈ പറയുന്ന കോസ്റ്റ് അക്കൗണ്ട്സിൻ്റെ കറക്റ്റ്നെസ് എത്രത്തോളം അത് ശരിയാണ് എന്നുള്ളത് വെരിഫൈ ചെയ്യുന്നതിനെയാണ് ഇത് പറയുന്നത് CIMA പറയുന്ന കോസ്റ്റ് ഓഡിറ്റിൻ്റെ ഡെഫിനിഷൻ. അടുത്ത് അക്കോർഡിംഗ് ടു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, നമ്മുടെ ICAI, ഓക്കെ അല്ലേ? മുൻപത്തെ ICWA പറയുന്നതെന്നാ നോക്കാം. എ സിസ്റ്റം ഓഫ് ഓഡിറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ആരാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അപ്പോൾ കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ഓഡിറ്റ്. ആര് ഇൻട്രൊഡ്യൂസ് ചെയ്താണ്? ഇന്ത്യ ഗവൺമെൻറ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ റിവ്യൂ, എക്സാമിനേഷൻ ആൻഡ് അപ്രൈസൽ ഓഫ് ദ കോസ്റ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സ്
ആൻഡ് അറ്റൻഡൻറ്റ് ഇൻഫോർമേഷൻ റിക്വയർഡ് ടു ബി മെയിൻറ്റെയിൻ ബൈ ദ സ്പെസിഫൈഡ് ഇൻഡസ്ട്രീസ്. ഓക്കെ, അപ്പോൾ ഇതും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ ഇത് മീനിങ് ആൻഡ് ഡെഫിനിഷൻ എന്നുള്ള ഏരിയ കഴിഞ്ഞു. ഇനി അടുത്ത റെലവൻസ് ഓഫ് കോസ്റ്റ് ഓഡിറ്റാണ്. ഈ റെലവൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഓക്കെ, നമുക്ക് റെലവൻസ് എന്ത് ചെയ്യാം, ജസ്റ്റ് വായിച്ചു വിടാം. ഈ റെലവൻസ് ചിലപ്പോൾ എക്സാമിന് ബെനഫിറ്റൊന്നും യൂസസ് എന്നൊക്കെ പറഞ്ഞാവും ചോദിക്കുക, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യണേ. ഓക്കെ, ഇനി വളരെ രസകരമായി എന്തിനാണ് ഈ കോസ്റ്റ് ഓഡിറ്റ് എന്നുള്ളതാണ് ഈ അർത്ഥം, അതിൻ്റെ ഉപയോഗം, അതുകൊണ്ടുള്ള ബെനഫിറ്റ് എന്താണെന്നുള്ളതാണ്. നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് വെച്ചാൽ നല്ല ബെനിഫിറ്റ് ഉണ്ടാവും. എന്താ വെച്ചാൽ കോസ്റ്റ് ഓഡിറ്റ് ഇന്ത്യയിൽ വരുമ്പോൾ തോന്നിയ പോലെ പ്രൈസിങ് പ്രൊഡക്റ്റുകൾക്ക് എന്ത് ചെയ്യില്ല, കമ്പനി ഇടില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നമുക്ക് പറയാം പല കമ്പനികളും കൊള്ളലാഭമൊക്കെ ഇടുന്നുണ്ട്. ഇതിൻ്റെ ഉദ്ദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ്. പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം, ഇതൊക്കെ എഴുതിയാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ അല്ലേ എന്നൊക്കെ പിന്നീട് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. ഒന്ന് പറയുന്നത് പ്രൈസ് കൺട്രോളാണ് ആൻഡ് റെഗുലേഷൻ മെക്കാനിസമാണ്. ഈ പ്രൈസ് കൺട്രോൾ എന്ന് പറയാം, ഇപ്പോൾ നമുക്ക് അറിയാം റേഷൻ കട കേട്ടിട്ടുണ്ടാവും. ഒരു റേഷനിങ് എന്ന് പറഞ്ഞാൽ എന്താ, റേഷനിങ് സിസ്റ്റം പറഞ്ഞാൽ എന്താ, ഫിക്സിങ് പ്രൈസ് ടു ബേസിക് കൺസ്യൂമർ ഗുഡ്സ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ ബേസിക് ആയിട്ടുള്ള കൺസ്യൂമർ ഗുഡ്സിന് ഒരു സ്റ്റാൻഡേർഡ് പ്രൈസ് എന്ത് ചെയ്യണം, ഫിക്സ് ചെയ്യണം എന്നുള്ളതാണ് റേഷനിങ് സിസ്റ്റം എന്ന് അർത്ഥമുണ്ട്. അതേപോലെ വേറൊരു കാര്യമുണ്ട് ഈ പ്രൈസ് മെക്കാനിസം കൺട്രോൾ ചെയ്യാനുള്ളതാണ് ഡ്രഗ്സ് ഓർഡർ എന്ന് പറയും. അങ്ങനെ പറഞ്ഞാൽ അതൊരു ലോയാണ്, ഒരു നിയമമാണ്. ആ നിയമത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ചില മെഡിസിനില്ലേ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൈസ് ഫിക്സിംഗ് ആണ്. ഇപ്പോൾ പാരസെറ്റമോൾ എന്നുള്ള ആ ഒരു കാറ്റഗറി മെഡിസിന് നിശ്ചിത എമൗണ്ട്, അതിൽ കൂടുതൽ ചാർജ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു ലോയാണ്. അപ്പോൾ ഇതൊക്കെ ഉറപ്പ് വരുത്തുന്നുണ്ടോ കമ്പനികൾ എന്ന് ചെക്ക് ചെയ്യലാണ് കോസ്റ്റ് ഓഡിറ്റിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ബെനിഫിറ്റ്, അല്ലെങ്കിൽ അതുകൊണ്ടുള്ള സമൂഹത്തിനുള്ള യൂസ്. ഓക്കെ, അപ്പോൾ അത് ക്ലിയറാണ്, പ്രൈസ് കൺട്രോൾ ആൻഡ് റെഗുലേഷൻ മെക്കാനിസം. രണ്ടാമത്തെ പോയിൻ്റ്, പ്രൊവൈഡ് ആക്യുറേറ്റ് ആൻഡ് ഓതൻറ്റിക്കേറ്റ് ഇൻഫർമേഷൻ ടു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആസ് വെൽ ആസ് ഗവൺമെൻറ്റിനും അതേപോലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനും കൃത്യമായിട്ടുള്ള ആക്യുറേറ്റ് ഇൻഫർമേഷൻ നൽകുക. അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ കോസ്റ്റ് ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താണ് ആ കമ്പനിയുടെ സ്റ്റാറ്റസ് എന്ന് സത്യസന്ധമായി കോസ്റ്റ് ഓഡിറ്റർക്ക് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഇൻഫർമേഷൻ നൽകാൻ പറ്റും. മാത്രമല്ല കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് മാത്രമല്ല ആർക്കും സെൻട്രൽ ഗവൺമെൻറ്റിലേക്കും എത്തും എന്നുള്ളത് കൊണ്ട് ഗവൺമെൻറ്റിനും അതെന്താണ് കൃത്യമായ ഇൻഫർമേഷൻ കിട്ടുന്നതിൻ്റെ ഒരു വഴിയാണ്. അപ്പോൾ രണ്ടാമത്തെ പോയിൻ്റ് അതാണ്. മൂന്നാമത്തെ പോയിൻ്റ്, ടു അസസ് ദ പെർഫോമൻസ് ഓഫ് കമ്പനി ഇൻ ടേംസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ. ഓക്കെ, അപ്പോൾ ഷെയർ ഹോൾഡറെ സംബന്ധിച്ചിടത്തോളം ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടത് എന്താണ്, പെർഫോമൻസ്, കമ്പനിയുടെ പെർഫോമൻസ് ആണ്. കമ്പനിയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ എന്താണ്, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത്. അപ്പോൾ കമ്പനി യഥാർത്ഥത്തിൽ പ്രോഫിറ്റ് എത്ര നേടിയിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാനും നമുക്ക് കോസ്റ്റ് റെക്കോർഡ്സ് കൊണ്ട് സാധ്യമാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് റെക്കോർഡ്സ് ആ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ആ രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, കോസ്റ്റ് ഓഡിറ്റ് അതിനെ ബേസ് ചെയ്ത് നടത്തുന്നുണ്ടാവുക. നാലാമത്തെ പോയിൻ്റ് പറഞ്ഞ് ടു പ്രൊട്ടക്റ്റ്, ഇവിടെ എങ്ങനെ എഴുതാം, ടു പ്രൊട്ടക്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇന്ത്യൻ കമ്പനീസ് ഫ്രം അലിഗേഷൻ ഓഫ് ഡംപിങ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പരിപാടിയാണ്. എന്താ വെച്ചാൽ ഡംപിങ് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി എന്നൊക്കെ. എന്താ വെച്ചാൽ ചില പുറത്തെ രാജ്യങ്ങൾ ഇന്ത്യയിൽ എന്ത് ചെയ്യും, ഇന്ത്യൻ മാർക്കറ്റിനെ തകർക്കാൻ വേണ്ടിയിട്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അഥവാ അവരുടെ കോസ്റ്റ് അവർക്ക് എത്ര വരുന്നു അതിനേക്കാൾ കുറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യും, പ്രൈസ് ഫിക്സ് ചെയ്ത് ഇവിടെ സാധനങ്ങൾ വിറ്റഴിക്കും. ഇപ്പോൾ പുറത്തുള്ള ജപ്പാന് ഇന്ത്യയുടെ ഒരു മാർക്കറ്റ്, ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റ് എന്ത് ചെയ്യണം, ആകെ എന്താ പറയുക തകർക്കണം, എന്നിട്ട് അവർക്ക് മാർക്കറ്റ് പിടിച്ചെടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവരുടെ കോസ്റ്റ് 100 രൂപയായിട്ട് പോലും അവർ 90 രൂപയ്ക്ക്, സാധാരണ കോസ്റ്റിൻ്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ടല്ലേ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുക, പക്ഷെ ഇത് ആ കോസ്റ്റിനേക്കാൾ കുറഞ്ഞ എമൗണ്ടിൽ അവരെന്ത് ചെയ്യാണ്, ഇന്ത്യയിൽ കൊടുന്ന് വിൽക്കുന്നു. സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ മാർക്കറ്റിന് എന്ത് ചെയ്യും, അത് സാരമായി ബാധിക്കും. അപ്പോൾ ഇതെങ്ങനെ കോസ്റ്റ്
ഓഡിറ്റ് കൊണ്ട് തടയാൻ പറ്റുന്നൊരു ചോദ്യം ഉണ്ടാവും. ഒന്നല്ല, അവർ പ്രൂവ് ചെയ്യണം അവരുടെ കോസ്റ്റ് എന്താണ്. ആക്ച്വലി 100 രൂപയുടെ സാധനത്തെ അവർക്ക് 90 രൂപയ്ക്ക് ഇവിടെ വിൽക്കുകയാണെങ്കിൽ അതിനെന്ത് ചെയ്യില്ല, ഇവിടെ ഇന്ത്യ ഗവൺമെൻറ് സമ്മതിക്കില്ല. അപ്പോൾ കോസ്റ്റ് ഓഡിറ്റർ എന്തെങ്കിലും അത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്ക് കണ്ടെത്താനും മറ്റൊക്കെ പറ്റും. കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ 100 രൂപയുടെ സാധനം 100 രൂപയുടെ താഴെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കോസ്റ്റ് അത്രയും കുറവാണ്. അവർക്ക് കോസ്റ്റ് എത്ര വരുന്നുള്ളൂ, 70 വരുന്നുള്ളൂ. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് 80 രൂപയ്ക്ക് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇത് ഇന്ത്യൻ മാർക്കറ്റിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ അത് കണ്ടെത്താനും അതിനെതിരെ നടപടി സ്വീകരിക്കാനൊക്കെ കോസ്റ്റ് ഓഡിറ്റ് കൊണ്ട് പറ്റുന്നതാണ്. അഥവാ കോസ്റ്റ് ഓഡിറ്റിനെ മെയിനായിട്ടുള്ള ഒരു കാര്യം നമ്മൾ പറഞ്ഞിരുന്നു, എന്താണോ റിയലി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്രയാണോ വരുന്നത് അത് ജെന്യുവിനാണോ എന്ന് ഉറപ്പുവരുത്താനാണ്. അപ്പോൾ അതിവിടെ സാധ്യവും. 5ാമത്തെ പോയിന്റ് നോക്കാം. ഹെൽപ്പ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ടു പ്രൊഡക്റ്റ് മിക്സ്. ഓക്കെ, ഈ പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ചില കമ്പനികൾ ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ടാവും, മാനുഫാക്ചർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ചില പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നഷ്ടത്തിലാവും. ചില പ്രൊഡക്റ്റുകൾ എന്താവും, ലാഭത്തിലാവും. ഇപ്പോൾ നമുക്കൊരു കാര്യം പറയാം. ഇപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രകാരം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 5 പ്രൊഡക്റ്റുകൾ ഒരു കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 5 പ്രൊഡക്റ്റുകളുടെയും ഓവറോൾ നെറ്റ് പ്രോഫിറ്റേ നമുക്ക് ഇവിടുന്ന് അവൈലബിൾ ആവുള്ളൂ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നിന്ന് അവൈലബിൾ ആവുള്ളൂ. എന്നാൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നിന്നും നമുക്ക് 5 പ്രൊഡക്റ്റിനും ഓരോന്നിനും പ്രിപ്പയർ ചെയ്യാം, കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് പ്രോഫിറ്റ് അറിയാൻ പറ്റുകയും ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് പ്രോഫിറ്റ് അറിഞ്ഞ് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് എന്ത് ചെയ്യാണ് അത്ര ലാഭകരമല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് നമ്മൾക്ക് പ്രൊഡക്ഷൻ നിർത്തുക, അങ്ങനെയുള്ള ഡിസിഷനൊക്കെ മേക്ക് ചെയ്യണമെങ്കിൽ എന്ത് നിർബന്ധമാണ്, കോസ്റ്റ് അക്കൗണ്ട്സ് നിർബന്ധമാണ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കോസ്റ്റ് ഓഡിറ്റ് വരുമ്പോൾ എന്ത് ചെയ്യും, ഈ പ്രൊഡക്റ്റ് മിക്സിൻ്റെ ഡിസിഷൻസ് എത്രത്തോളം നല്ലതാണ്. അപ്പോൾ കോസ്റ്റ് ഓഡിറ്റർക്ക് പറയാൻ പറ്റും, അതെ നിങ്ങളുടെ ഈ പ്രൊഡക്റ്റ് ഒഴിവാക്കുന്നതായിരിക്കും നന്നാവുക, അത് വലിയ നഷ്ടത്തിലാണെന്നൊക്കെ. കമ്പനി ഓവറോൾ പ്രോഫിറ്റ് ആവും, പക്ഷേ ഈ പ്രൊഡക്റ്റുകളുടെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് എന്താവും, ചിലപ്പോൾ നഷ്ടത്തിലാവും. അപ്പോൾ അതൊക്കെ അറിയാൻ നമുക്ക് കോസ്റ്റ് ഓഡിറ്റ് കൊണ്ട് ഒരു ബെനിഫിറ്റായിട്ട് ട്രീറ്റ് ചെയ്യാം. അതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനാണ്. നമുക്ക് ഏതൊക്കെ പർട്ടിക്കുലർ അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഏതൊക്കെ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അത് എത്രത്തോളം ലാഭകരമാവും. മറ്റൊന്നാണ് പ്രോഫിറ്റബിലിറ്റി ടാർഗറ്റ്. ദെൻ യൂട്ടിലൈസേഷൻ ഓഫ് ലേബറെ എത്ര കണ്ട് നമ്മുടെ കമ്പനി ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും പറഞ്ഞാണ് കോസ്റ്റ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, യൂട്ടിലൈസേഷൻ ഓഫ് മെറ്റീരിയൽ ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ലേബറാണ്. അപ്പോൾ ലേബറിൻ്റെ യൂട്ടിലൈസേഷൻ എത്ര എന്നുള്ളത് കോസ്റ്റ് റെക്കോർഡ്സിലുണ്ടാവും. അത് കോസ്റ്റ് ഓഡിറ്റിന് വിധേയമാക്കുമ്പോൾ അയാൾക്ക് അതിൻ്റെ എഫിഷ്യൻസിയൊക്കെ അറിയാൻ പറ്റും. പിന്നെ ഫിക്സിങ് റീസണബിൾ സെല്ലിംഗ് പ്രൈസ്, ന്യായമായ, ആളുകൾക്ക് ബേർഡൻ ഇല്ലാത്ത, ആളുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാത്ത തരത്തിലുള്ള ഒരു പ്രൈസ് ഫിക്സ് ചെയ്യാനും ഇതുകൊണ്ട് സാധ്യമാവും. ഓക്കെ, 6ാമത്തെ പോയിന്റ്, ടു ഡിറ്റർമൈൻ ആംസ് ലെങ്ത് പ്രൈസ് ഓഫ് ട്രാൻസാക്ഷൻ വിത്ത് റിലേറ്റഡ് പാർട്ടീസ് ലൈക്ക് ഇൻ്റർ യൂണിറ്റ് ട്രാൻസ്ഫർ. എന്താണ് ആംസ് ലെങ്ത് പ്രൈസ് എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം, അല്ലേ? പല ആളുകളുടെയും എന്താണ് ഒരു ചോദ്യമാണ് ആംസ് ലെങ്ത് പ്രൈസിങ്. നമുക്ക് ആംസ് ലെങ്ത് പ്രൈസ് എന്താണെന്നുള്ളത് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് എഴുതി വെക്കാം. ഓക്കെ, യെസ്, ആംസ് ലെങ്ത് പ്രൈസിൻ്റെ നോട്ടുണ്ട്, ഇവിടെ എഴുതി തരാം, നോട്ട് ചെയ്തോളൂ. ഇഫ് you want to sell or purchase something from ആരിൽ നിന്നും, റിലേറ്റഡ് പാർട്ടീസ്. നമുക്ക് ഇതിൻ്റെ ബാക്കി എഴുതുന്നതിന് മുമ്പ് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ കടയിൽ നിന്ന് എന്ത് ചെയ്യാണ്, ഒരു ഗുഡ്സ് എന്ത് ചെയ്യാണ്, പർച്ചേസ് ചെയ്യാൻ പോകണം. ഓക്കെ, യെസ്, അതാണ് ഇപ്പോൾ ഈ പറയുന്നത് കേട്ടോ. ഇഫ് ഐ വോണ്ട് ടു പർച്ചേസ് സംതിങ് ഫ്രം റിലേറ്റഡ് പാർട്ടി പറയുമ്പോൾ ചിലപ്പോൾ എൻ്റെ ബ്രദർ ആവാം. ഓക്കെ, എൻ്റെ ബ്രദറിൻ്റെ കടയെന്ന് വിചാരിച്ചു. ഓക്കെ, റിലേറ്റഡ് പാർട്ടി, ദ പ്രൈസ് ഷുഡ് ബി, ആ പ്രൈസ് എന്താവണം, ഷുഡ് ബി ഈക്വൽ ടു the price which would
would have charged to unrelated party in arm's length condition. ഓക്കെ, മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടാവുമെന്ന് അറിയില്ല, എന്തായാലും ഞാൻ പറയാം. ഇത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ റിലേറ്റഡ് പാർട്ടിയുടെ കയ്യിൽ നിന്നൊരു ഗുഡ്സ് മേടിക്കുമ്പോൾ ആ പ്രൈസ് ഏതിന് തുല്യമാവണം? ഷുഡ് ബി ഈക്വൽ ടു ദ പ്രൈസ് വിച്ച് വുഡ് ഹാവ് ചാർജ്ഡ് ടു അൺറിലേറ്റഡ് പാർട്ടി. അഥവാ ഞാൻ എൻ്റെ സിമ്പിളായിട്ട് പറയാം, ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കടയിൽ നിന്ന് എന്ത് ചെയ്തു, ഒരു കിലോ അരി മേടിച്ചു. ഈ കിലോ അരിക്ക് അയാൾ ചാർജ് ചെയ്യുന്നത് 35 രൂപയാണ്. ഓക്കെ, എൻ്റെ റിലേറ്റഡ് പാർട്ടിയാണ്, എൻ്റെ ബ്രദറാണ്, സുഹൃത്തല്ല ബ്രദർ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ പോയപ്പോൾ നോർമലി അയാളുടെ സെല്ലിംഗ് പ്രൈസ് ഇതാണ് ഈക്വൽ ടു ദ പ്രൈസ് വുഡ് ഹാവ് ചാർജ്ഡ് ടു അൺറിലേറ്റഡ് പാർട്ടി. അഥവാ പരിചയക്കാരല്ലാത്ത ആളുകൾ വന്നാൽ അയാൾ ചാർജ് ചെയ്യുന്ന പ്രൈസാണെന്ത്, 35. എൻ്റെ കയ്യിൽ നിന്ന് എത്രയാണ്, 30 രൂപയാണ് എന്ത് ചെയ്ത് ചാർജ് ചെയ്ത്. അപ്പോൾ ഈ 30 രൂപ ആംസ് ലെങ്ത് പ്രൈസ് ആണോ ചോദിച്ചാൽ അല്ല, 35 ആംസ് ലെങ്ത് പ്രൈസ്. ഈ ആംസ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ആംസ് ലെങ്ത് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരു കൈ അകലം. അത് നിങ്ങളൊന്ന് മാറിയിരിക്കും, നിങ്ങളുടെ സംഗതി നിങ്ങളെൻ്റെ എന്താണ് റിലേറ്റീവ് ഒക്കെ തന്നെയാണ്. പക്ഷേ പ്രൈസിൻ്റെ കാര്യത്തിൽ ഞാൻ എത്ര ചെയ്യുള്ളൂ, 35 രൂപ എന്ത് ചെയ്യുള്ളൂ, ചാർജ് ചെയ്യുള്ളൂ എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ ഇത് ഒരു കമ്പനി ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നമാണ്. ആംസ് ലെങ്ത് പ്രൈസിലാവില്ല ട്രാൻസാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ആംസ് ലെങ്ത് പ്രൈസ് ആണോ എന്നുള്ളത് തിരിച്ചറിയാൻ കോസ്റ്റ് ഓഡിറ്റ് കൊണ്ട് സഹായകവും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഈ സെല്ലിംഗ് പ്രൈസ് എങ്ങനെ ഫിക്സ് ചെയ്തുള്ളവർ ചിലപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് എത്ര ആവും, 30 ആവും, 5 ആവും, ഇത് വരുന്നുണ്ടാവും, പ്രോഫിറ്റ് വരുന്നുണ്ടാവും. ഈ കോസ്റ്റ് എവിടെ നിന്നാണ് കിട്ടുക? കോസ്റ്റ് റെക്കോർഡ്സിൽ നിന്നാണ് കിട്ടുക. ഈ കോസ്റ്റ് ഓഡിറ്റ് ചെയ്യുന്ന ഒരു കോസ്റ്റ് ഓഡിറ്റർക്ക് അറിയാൻ പറ്റും ഈ 30 എന്തല്ല, ആംസ് ലെങ്ത് പ്രൈസ് അല്ല എന്ന് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? യെസ്. ഇത് നോർമലി നടക്കുന്ന ഇൻ്റർ യൂണിറ്റ് ട്രാൻസ്ഫർ ആണ്. ഇൻ്റർ യൂണിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ നമ്മൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടി പറയാം, ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസ്ഫർ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ. ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട്സ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഫസ്റ്റ് ഗ്രൂപ്പിൽ. അവിടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സാധനങ്ങൾ എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും ഏതിലാവണം എന്നില്ല, ആംസ് ലെങ്ത് പ്രൈസിലാവണമെന്നില്ല. അപ്പോൾ അതൊക്കെ ആംസ് ലെങ്ത് പ്രൈസിലാണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് സഹായകമാകും? കോസ്റ്റ് ഓഡിറ്റ് സഹായകമാകും. അടുത്ത 7ാമത്തെ ലാസ്റ്റ് പോയിന്റ് പറയുന്നതാ, അസർടെയിൻ ദ ആക്ച്വൽ പ്രൊഡക്ടിവിറ്റി ആൻഡ് വേസ്റ്റേജ്. ഓക്കെ അല്ലേ? അഥവാ ഈ കമ്പനിയുടെ ആക്ച്വൽ പ്രൊഡക്ടിവിറ്റി എത്രയാണ്, വേസ്റ്റേജ് എത്രയാണെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസർടെയിൻ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ് ഈ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ? നമുക്ക് ആദ്യം അതൊന്ന് നോക്കാം അല്ലേ. പ്രൊഡക്ടിവിറ്റി, ആക്ച്വലി പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? 1 മിനിറ്റ്. ഇപ്പോൾ ഔട്ട്പുട്ട് എക്സാമ്പിൾ പറയണം. ഔട്ട്പുട്ട് 1000 ആണ്, ഇൻപുട്ട് എത്രയാണ്, 1200 ആണ്. ഓക്കെ, പ്രൊഡക്ടിവിറ്റി എങ്ങനെ കാണാം? പ്രൊഡക്ടിവിറ്റി ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് ഇൻറ്റു 100%. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ടിവിറ്റി എത്രയാണ്? 83%. വിച്ച് മീൻസ് നമ്മൾ 1200 ഇൻപുട്ട് ഇട്ടിട്ട് നമുക്ക് എത്ര ഔട്ട്പുട്ട് വന്നു? 1000. 100% ഉണ്ടോ അതിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി? ഇല്ല. ഈ പ്രൊഡക്ടിവിറ്റിയൊക്കെ കോസ്റ്റ് ഓഡിറ്റർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റും? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പഠിച്ചല്ലേ, അതിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്ടിവിറ്റി ഒക്കെ അസർടെയിൻ ചെയ്യാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. അവിടെ നമുക്ക് പർച്ചേസും സെയിൽസും ഒക്കെ അറിയുള്ളൂ. ഇതെന്താ, ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ ആവശ്യമായിട്ട് ഇൻപുട്ട് എത്ര ഇൻസേർട്ട് ചെയ്തു, എന്നിട്ട് ഔട്ട്പുട്ട് എത്ര വന്നു. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും 83% ആണ് പ്രൊഡക്ടിവിറ്റി. കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി മാത്രം നോക്കിയാൽ പോരാ, എന്ത് വേണം? പ്രൊഡക്ടിവിറ്റിയും നമ്മൾ എന്ത് ചെയ്യണം? അസർടെയിൻ ചെയ്യണം. അതേപോലെ വേസ്റ്റ് ഒന്നും നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പറ്റില്ല. അതൊക്കെ എവിടെ പറ്റുള്ളൂ? കോസ്റ്റ് അക്കൗണ്ട്സിലേ പറ്റുള്ളൂ. അപ്പോൾ കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അത് ഓഡിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ പറ്റുമെന്നാണ് ഇതിൻ്റെ ആകെത്തുക. ഓക്കെ, ഇനി ഇതിൽ അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ പ്രവേശിക്കാം. ഈ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിനേഷന് പലപ്പോഴും ചോദിക്കാറുണ്ട്. ജനറൽ ആൻഡ് സോഷ്യൽ ഒബ്ജക്റ്റീവ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ്. കോസ്റ്റ് ഓഡിറ്റിൻ്റെ
ജനറൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവും പറയുന്നുണ്ട്, പിന്നീട് അങ്ങോട്ട് ഏതും പറയുന്നുണ്ട്, സോഷ്യൽ ഒബ്ജക്റ്റീവും പറയുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് നോക്കാം ജനറൽ ആൻഡ് സോഷ്യൽ ഒബ്ജക്റ്റീവ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ്. നോക്കാം, ജനറൽ നോക്കാം ആദ്യം. നോക്കൂ, വെരിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് റെക്കോർഡ്സ് ആസ് പെർ ദ മെത്തേഡ് പ്രിസ്ക്രൈബ്ഡ് ബൈ കമ്പനീസ് കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഓഡിറ്റ് റൂൾ 2014 ആൻഡ് ആസ് പെർ ദ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അതെ, ഞാൻ ഒരു കമ്പനിയുടെ ആരായെന്ന് വിചാരിക്കാം, കോസ്റ്റ് റെക്കോർഡ്സ് ഓഡിറ്റ് ചെയ്യുന്ന ഓഡിറ്ററായി എന്ന് വിചാരിക്കുക. കോസ്റ്റ് ഓഡിറ്റ് ചെയ്യുന്ന ആൾ, കോസ്റ്റ് ഓഡിറ്റ് ചെയ്യുന്ന ആൾ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് റെക്കോർഡ്സ് ഓഡിറ്റ് ചെയ്യുന്ന ആളല്ലേ? യെസ്. ഈ കോസ്റ്റ് റെക്കോർഡ്സിൻ്റെ വെരിഫിക്കേഷനാണ്. എന്താണ് വെരിഫിക്കേഷൻ? ഞാൻ ആദ്യം അല്ലെങ്കിൽ ഒരു കോസ്റ്റ് ഓഡിറ്റർ നിർബന്ധമായും ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം, ഈ കോസ്റ്റ് റെക്കോർഡ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് കമ്പനീസ് കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഓഡിറ്റ് റൂൾ 2014 പറഞ്ഞ പോലെയും കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡൊക്കെ ഫോളോ ചെയ്തിട്ടാണോ എന്ന് ഉറപ്പുവരുത്തണം. ഇതാണ് ഒന്നാമത്തെ ജനറൽ ഒബ്ജക്റ്റീവ്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് പറയുന്നത് ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്. നമുക്കറിയാം, സാധാരണ ഏതൊരു ഓഡിറ്റിൻ്റെയും, ഇപ്പോൾ ഫിനാൻഷ്യൽ ഓഡിറ്റിൻ്റെയും ഒരു ഒബ്ജക്റ്റീവാണിത്, ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്. എന്തെങ്കിലും ഫ്രോഡോ എററുകളോ എവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, കോസ്റ്റ് റെക്കോർഡ്സിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആര് കണ്ടെത്തും? കോസ്റ്റ് ഓഡിറ്റർ കണ്ടെത്തും. ഈ എററും ഫ്രോഡും തമ്മിലുള്ള വ്യത്യാസം എന്താ? എറർ അൺഇൻറ്റൻഷനലി വരുന്നതാണ്. ഫ്രോഡ് എന്താണ്? കരുതിക്കൂട്ടി ഇൻറ്റൻഷനലി വരുന്നതാണ്. അടുത്ത് ഡിറ്റർമിനേഷൻ ഓഫ് ഇൻവെൻട്രി വാല്യുവേഷൻ. ഇൻവെൻട്രി വാല്യുവേഷൻ്റെ ഡിറ്റർമിനേഷൻ പറ്റും. ഓക്കെ അല്ലേ? യെസ്. അതെങ്ങനെ? വിച്ച് മീൻസ് ഫിഫോ ആണോ, ഫിഫോ അല്ലെങ്കിൽ ലിഫോ, വെയ്റ്റഡ് ആവറേജ്, ഇതൊക്കെയാണ് ഇൻവെൻട്രി വാല്യുവേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് മെത്തേഡുകൾ. യെസ്. അടുത്തത് റീകൺസിലേഷൻ ഓഫ് കോസ്റ്റ് റെക്കോർഡ്സ് വിത്ത് അക്കൗണ്ടിങ് റെക്കോർഡ്. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രകാരം ഒരു പ്രോഫിറ്റ് ഉണ്ടാവും അല്ലേ? നമ്മൾ കോസ്റ്റിങ്ങിൽ പഠിച്ചിട്ടില്ലേ, റീകൺസിലിയേഷൻ ഓഫ് കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ്. ഓക്കെ, കോസ്റ്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും തമ്മിലുള്ള റീകൺസിലിയേഷൻ. രണ്ട് പ്രോഫിറ്റ് വന്നിട്ട്, ഇപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പ്രോഫിറ്റ് വരും, കോസ്റ്റ് അക്കൗണ്ട്സിൻ്റെ പ്രോഫിറ്റ് വരും. ഫിനാൻഷ്യൽ അക്കൗണ്ടിൻ്റെ പ്രോഫിറ്റ് 2 lakh, കോസ്റ്റ് റെക്കോർഡ്സിൻ്റെ പ്രോഫിറ്റ് ചിലപ്പോൾ എത്രയാവും? 2,20,000 ആവും. ഓക്കെ, യെസ്. അപ്പോൾ അടുത്ത ചോദ്യം, എങ്ങനെയാണ് ഈ 20,000 വ്യത്യാസം വന്നത്? ഈ 20,000 വ്യത്യാസം വരാനുള്ള പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലൊന്ന് ഒരു കാരണമാണ് അബ്സോർപ്ഷൻ. ഏത്? അണ്ടർ അബ്സോർപ്ഷനോ അല്ലെങ്കിൽ ഏതാണ് ഓവർ അബ്സോർപ്ഷനൊക്കെ. അപ്പോൾ ഇതൊക്കെ അറിയാൻ നമുക്ക് ഏതുകൊണ്ട് സഹായമാകും എന്നാണ് പറയുന്നത്? കോസ്റ്റ് ഓഡിറ്റ് കൊണ്ട് സഹായമാകും. അപ്പോൾ റീകൺസിലിയേഷൻ ചെയ്യാൻ പറ്റും. ഏതാണ് റീകൺസിലിയേഷൻ എന്ന് പറഞ്ഞാൽ വൈ ദ ഡിഫറൻസ്, എന്തുകൊണ്ടാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ 2 lakhഉം 2,20,000 കോസ്റ്റ് അക്കൗണ്ടിങ്ങിലും പ്രോഫിറ്റ് വരുന്നത്, അതിൽ 20,000 കാരണങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഏതുകൊണ്ട് സഹായിക്കും? കോസ്റ്റ് ഓഡിറ്റർക്ക് കോസ്റ്റ് റെക്കോർഡ്സ് പരിശോധിക്കുന്നതിലൂടെ സഹായകമാകും, അല്ലെങ്കിൽ കണ്ടെത്താൻ പറ്റും. അഞ്ചാമത്തെ ടോപ്പിക്, ഇറ്റ് ഹെൽപ്പ് ഇൻ ഗവൺമെൻറ് ഇൻ സെറ്റിംഗ് പ്രൈസ് ഓഫ് റെഗുലേറ്റഡ് ഗുഡ്സ്. നമ്മൾ പറഞ്ഞു റെഗുലേറ്റഡ് ഗുഡ്സുകളുണ്ട്. ഏതൊക്കെയാണ് റെഗുലേറ്റഡ് ഗുഡ്സ്? നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. പെട്രോളിയം പ്രൊഡക്റ്റുകൾ, അതുപോലെ ഡ്രഗ്സ്, ഷുഗർ, ഓക്കെ, ടെലി കമ്മ്യൂണിക്കേഷൻ നോട്ട് ചെയ്ത് വെക്കാം. അതേപോലെ ഫെർട്ടിലൈസർ, ഇലക്ട്രിസിറ്റി, ഇതൊക്കെയാണ് എന്ത്? റെഗുലേറ്റഡ് ആയിട്ടുള്ള ഗുഡ്സ്. അതിൻ്റെയൊക്കെ കൃത്യമായ പ്രൈസ് ഗവൺമെൻറ്റിന് സെറ്റ് ചെയ്യാൻ എന്ത് ചെയ്യും? സഹായകമാവും. അങ്ങനെ പറഞ്ഞാൽ ടെലി കമ്മ്യൂണിക്കേഷൻ കമ്പനി പറയാണ്, ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? ഒരു മാസം 1000 രൂപ റീചാർജ് ചെയ്യിച്ചാലേ ഞങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ? മുതലാവുള്ളൂ. 1000 രൂപ ഞങ്ങൾ എന്ത് ചെയ്യണം? ഒരു മാസത്തെ റീചാർജ് ചെയ്യാനുള്ള പൈസ. ഓക്കെ, നിലവിലിപ്പോൾ നമുക്കറിയാം 300 വരെ എത്തി, 299 ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ 300 ഒക്കെയാണ് ഉള്ളത്, അത് 1000 ആയിട്ട് കൂട്ടണം. അപ്പോൾ കമ്പനി പറയുന്ന കാര്യം എന്താ? ഞങ്ങൾക്ക് ഏതാണ്ട് 800 രൂപ എന്ത് വരുന്നുണ്ട്? കോസ്റ്റ് വരുന്നുണ്ട്. ഞങ്ങൾ 200 രൂപയാണ് പ്രോഫിറ്റ് എടുക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യും? കോസ്റ്റ് ഓഡിറ്റ് എന്തായാലും ഇവിടെ ഉണ്ടാവും. ടെലികമ്മ്യൂണിക്കേഷനിൽ കോസ്റ്റ് ഓഡിറ്റ് നിർബന്ധമായിട്ടുള്ളൊരു സെക്ടറാണ്. അപ്പോൾ 800 രൂപ കോസ്റ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ആരെ അസർട്ടൈൻ ചെയ്യും? കോസ്റ്റ് ഓഡിറ്റർ. അവർ പ്രിപ്പയർ ചെയ്ത കോസ്റ്റ് റെക്കോർഡ്സ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്ത് ചെയ്യും? വാല്യൂ ചെയ്യും. അതിലൂടെ അവർക്ക് അറിയാൻ പറ്റും ഇവർ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. ഓക്കെ, അങ്ങനെ ഗവൺമെൻറ്റിന് ന്യായമായ ഒരു പ്രൈസ് സെറ്റ് ചെയ്യാൻ പറ്റും. ഏതിന്? ദീസ് ടൈപ്സ് ഓഫ് ഗുഡ്സ്, റെഗുലേറ്റഡ് ഗുഡ്സ്. ഓക്കെ, ആറാമത്തെ ടോപ്പിക്ക് നോക്കാം. എന്താ പറയുന്നത്?
ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് അബ്നോർമൽ ലോസ് ഓഫ് മെറ്റീരിയൽ ആൻഡ് ടൈം. ഓക്കെ അല്ലേ, അബ്നോർമൽ ലോസ് ഓഫ് മെറ്റീരിയൽ അല്ലേ, മെറ്റീരിയലിൻ്റെ നഷ്ടം വലിയ പ്രശ്നം തന്നെയാണ്. ഈ അബ്നോർമൽ ലോസും നോർമൽ ലോസ് എന്ന് പറയുമ്പോൾ അറിയുന്നല്ലേ, അബ്നോർമൽ ലോസ് എന്ന് പറയുമ്പോൾ നമുക്കതെന്താണ്, സം എക്സ്റ്റെൻറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. നോർമൽ ലോസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ പെട്രോൾ മേടിച്ച് നമ്മൾ കൊണ്ടുവരുമ്പോൾ പെട്രോളിൻ്റെ ടാങ്കിൽ പെട്രോളിൻ്റെ ലോറി ഒരു സ്ഥലത്തു നിന്നും ഒരു 500 അല്ലെങ്കിൽ 300 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോഴേക്കും കുറച്ച് ഇവാപ്പറേഷൻ സംഭവിക്കും. പക്ഷേ അതാണ് എന്ത് നോർമൽ ലോസ്. അബ്നോർമൽ ലോസ് പറയുമ്പോൾ എന്താണ്, ഇതെവിടെയെങ്കിലും ആക്സിഡൻ്റ് ആയിട്ട് ഒരുപാട് എന്ത് ചെയ്യും പോകും. അപ്പോൾ അബ്നോർമൽ ലോസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഒരിക്കലും ഇവാപ്പറേഷൻ സംഭവിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ കമ്പനിയിൽ ഒരുപാട് മെറ്റീരിയലിൻ്റെ നഷ്ടങ്ങൾ നോർമലി ഉണ്ടാവാറുണ്ട്, അതേപോലെ അബ്നോർമൽ ഉണ്ടാവാറുണ്ട്. അബ്നോർമൽ ഉണ്ടാവാനുള്ള പല കാരണങ്ങളിലൊന്നാണ് കൃത്യമായി ശ്രദ്ധിക്കാതെയുള്ള ഹാൻഡ്ലിങ്, കെയർലെസ് ഹാൻഡ്ലിങ്, മറ്റു തരത്തിലുള്ള അശ്രദ്ധ മൂലം ഉണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ അല്ലെങ്കിൽ ഡിറ്റക്റ്റ് ചെയ്യാനും എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാനും അതിനെ പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യും, ഈ കോസ്റ്റ് ഓഡിറ്റ് കൊണ്ട് സാധ്യമാകും. അടുത്ത പറയുന്നത് അഡ്വൈസ് മാനേജ്മെൻറ്റ് ഓൺ ദ വേ ഓഫ് ഇംപ്രൂവിങ് പെർഫോമൻസ്. മാനേജ്മെൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ, അഥവാ മാനേജ്മെൻറ്റിന് എന്ത് കൊടുക്കും, കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കും. ആ കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്ന പോലെ എവിടേക്കാണ് കോസ്റ്റുകൾ ചോരുന്നത്, കോസ്റ്റ് അമിതമായ കോസ്റ്റ് ചിലവഴിക്കുന്നത്. ഇപ്പം മുകളിൽ പറഞ്ഞില്ലേ അബ്നോർമൽ ലോസ് വരുന്നുണ്ട്. അപ്പോൾ കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ടിൽ അബ്നോർമൽ ലോസിൻ്റെ കാര്യങ്ങളും കാരണങ്ങളൊക്കെ എന്ത് ചെയ്യും, മെൻഷൻ ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തീരുമാനമെടുത്ത് എത്തരത്തിൽ നമ്മുടെ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാൻ പറ്റും എന്ന തീരുമാനങ്ങൾക്കൊക്കെ പറ്റും. അതാണ് അവരുടെ പെർഫോമൻസ് ടോട്ടലി കൂട്ടാൻ വേണ്ടി സഹായകം. അടുത്താണ് പ്രൊമോട്ടിംഗ് ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്. എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ദ സിസ്റ്റം ബൈ വിച്ച് കമ്പനീസ് ആർ ഡയറക്റ്റഡ് ആൻഡ് കൺട്രോൾഡ്. കമ്പനിയെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കൃത്യമായ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാനും ഏതുകൊണ്ട് സാധിക്കുന്നതാണ് പറയുന്നത് ഈ ജനറൽ ഒബ്ജക്റ്റീവാണ്. ഇതൊക്കെ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മഗ്ഗപ്പ് ചെയ്യണം, അല്ലെങ്കിൽ മെമ്മറൈസ് ചെയ്യുക തന്നെ വേണം. ഓക്കെ, ജസ്റ്റ് റീഡ് ചെയ്താൽ പോരാ. സോഷ്യൽ ഒബ്ജക്റ്റീവ് കൂടെ പറയാം. എന്താണ് സോഷ്യൽ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്? ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള പോയിന്റുകളാണ് സോഷ്യൽ ഒബ്ജക്റ്റീവ് ഉള്ളത്. ഒന്ന് പറയുന്നത് എന്താ, ഫെസിലിറ്റേഷൻ ഓഫ് ഫിക്സിങ് റീസണബിൾ പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ് ആൻഡ് ഗുഡ്സ്. അഥവാ നല്ല ന്യായമായ രീതിയിൽ കൺസ്യൂമേഴ്സിന് ഗുഡ്സ് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്ത് ഗുഡ്സ് അവൈലബിൾ ആക്കും എന്നുള്ളതാണ്. അഥവാ കമ്പനി ഒരിക്കലും പറയില്ല എന്ത്, ഞങ്ങളുടെ പ്രൊഡക്റ്റിന് ഞങ്ങൾ ഇത്രയും ചാർജ് ചെയ്യാനുള്ള കാരണം എന്താ. ഇപ്പം നമ്മൾ നേരത്തെ വോഡാഫോണിൻ്റെ എക്സാമ്പിൾ തന്നെ എടുത്തു. VI ഒക്കെ ചാർജ് കൂട്ടി 249 രൂപ ഉള്ളിടത്തുനിന്ന് അവരെത്രയാക്കി മാറ്റി, 299 രൂപയ്ക്ക്. അപ്പോൾ അവർ പറയുന്നത് എന്താണ്, അവരുടെ കോസ്റ്റ് കൂടുതലാണ്, ഞങ്ങൾക്ക് ലാഭം കുറവാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ കമ്പനി എന്ത് ചെയ്യും, അവരുടെ കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കും. അപ്പോൾ കമ്പനിയല്ല ഗവൺമെൻറ് എന്ത് ചെയ്യും, കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കും. അതിൻ്റെ ഫലമായിട്ട് ഗവൺമെൻറ് മനസ്സിലാക്കാൻ പറ്റുമോ, ഇവർ പറഞ്ഞ് ശരിയാട്ടോ, ഇവരുടെ കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം അവർക്ക് കോസ്റ്റ് ഇത്രയൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞാണ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ടാവും, അപ്രൂവൽ കൊടുക്കുക. അല്ലാതെ ഗവൺമെൻറ് അപ്രൂവൽ കൂടാതെ ഈ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനികൾക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൈസ് കൂട്ടാൻ പറ്റില്ല. ഓക്കെ, അടുത്തത് ഒപ്റ്റിമം ചാനലൈസേഷൻ ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് എൻ്റർപ്രൈസ് റിസോഴ്സസ്. നമുക്കറിയാം ഹ്യൂമൻ, ഫിനാൻഷ്യൽ ആൻഡ് ക്യാപിറ്റൽ ടു ദ മോസ്റ്റ് പ്രൊഡക്റ്റീവ് യൂസിൽ എന്ത് ചെയ്യണം, യൂസ് ചെയ്യാൻ പറ്റണം. അപ്പോഴേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കമ്പനിയുടെ പുരോഗതിയിലേക്ക് നയിക്കുള്ളൂ. അപ്പോൾ കമ്പനിക്ക് അല്ലെങ്കിൽ സോഷ്യലായിട്ടുള്ള ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്നുള്ള നിലക്കാണ് ഇത് പറയുന്നത്. അഥവാ സൊസൈറ്റിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഹ്യൂമനെയും അതേപോലെ ഫിനാൻസിനെയും ക്യാപിറ്റലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, മോസ്റ്റ് ഇഫക്റ്റീവ് വേയിൽ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് ഹെൽപ്പ് ഇൻ കോസ്റ്റ് പ്ലസ് കോൺട്രാക്ട് ഓർ റെക്കോർഡ്സ് ഓഫ് കോസ്റ്റ് പ്ലേ എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ സച്ച് ആസ് കോൺട്രാക്ട് വിത്ത് ഗവൺമെൻറ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്താ സംഭവിച്ചാൽ, ഗവൺമെൻറ് എപ്പോഴും കോൺട്രാക്റ്റ് കൊടുക്കുന്ന പരിപാടി എന്താ വെച്ചാൽ കോസ്റ്റ് പ്ലസ് ഏതാണ്, പ്രോഫിറ്റ്. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് പ്രൊജക്റ്റുകൾ എടുക്കുന്ന കമ്പനിയാണ് L&T. ഓക്കെ, L&T കൺസ്ട്രക്ഷൻ. നിങ്ങൾ ഗൂഗിൾ ചെയ്താലൊക്കെ കാണാൻ പറ്റും L&T. ഈ L&T കൺസ്ട്രക്ഷനിൽ അവർ ഒരു റോഡോ അല്ലെങ്കിൽ ബ്രിഡ്ജോ ഉണ്ടാക്കുകയാണെങ്കിൽ ഗവൺമെൻറ് പറയാം, അതിന് വന്ന കോസ്റ്റ് 100 crore പ്ലസ് അതിൻ്റെ 10% എന്ത് ചെയ്യും, നിങ്ങൾക്ക് എന്ത് തരും, ഞങ്ങൾ എമൗണ്ട് തരും. ഓക്കെ,
അപ്പോൾ ഈ LNT 100 കോടി ചിലവഴിച്ചാൽ പ്ലസ് 10% 110 കോടി കൊടുക്കും. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ എന്താ വെച്ചാൽ വളരെ രസകരമായ സംഭവം എന്താ വെച്ചാൽ LNT എന്ത് ചെയ്യാം, 100 കോടി ഉള്ളത് മാക്സിമം കൂട്ടാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ അല്ലേ? ഫോർ എക്സാമ്പിൾ 200 കോടി ആക്കിയാൽ എന്താ LNTക്ക് എന്താ ഉണ്ടാവുക, 200 കോടി ഗവൺമെൻറ് തരും, പ്ലസ് അതിൻ്റെ 10% തരും. അപ്പോൾ എത്ര തരും? 220 കോടി തരും. അപ്പോൾ 20 കോടി അവർക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ 10 കോടി ഇവിടെ എക്സ്ട്രാ പ്രോഫിറ്റ് കിട്ടുന്നിടത്ത് 20 കോടി പ്രോഫിറ്റ് കിട്ടുമ്പോൾ LNT ഏതാണ് ശ്രമിക്കുക? അവരുടെ കോസ്റ്റ് കൂട്ടാൻ വേണ്ടി ശ്രമിക്കും. എന്നാൽ കോസ്റ്റ് ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്താൽ കോസ്റ്റ് ഓഡിറ്റർ 100 കോടിയുടെ പ്രൊജക്റ്റ് നിങ്ങൾ എന്തുകൊണ്ട് 200 കോടിയാക്കി എന്നൊക്കെ എന്ത് ചെയ്യും? ചോദിക്കുകയും ഗവൺമെൻറ് അവരുടെ കള്ളക്കളികൾ പെട്ടെന്ന് പിടിക്കുകയും ചെയ്യുമെന്നുള്ളത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? കൃത്യമായ കോസ്റ്റ് എന്ത് ചെയ്യുള്ളൂ? ഇൻക്വയറി ചെയ്യുള്ളൂ. ഓവറായിട്ട് സാധനങ്ങൾ ചിലവഴിച്ച് എന്ത് ചെയ്യില്ല? വഷളാക്കാൻ ശ്രമിക്കില്ല എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞല്ലോ. ഇതൊക്കെ ഉണ്ടായിട്ട് പോലും ഇന്ന് നടത്തുന്ന രാഷ്ട്രീയമായ ഗവൺമെൻറ്റൊക്കെ നടത്തുന്ന അഴിമതികൾ എന്താണ്? വളരെ വലുതാണ്. ഓക്കെ, യെസ്. പക്ഷേ നിയമം ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്, അത്രേ ഉള്ളൂ. 4ാമത്തെ പോയിന്റ്, അവൈലബിലിറ്റി ഓഫ് ഓഡിറ്റഡ് കോസ്റ്റ് ഡാറ്റ ആസ് റിഗാർഡ്സ് കോൺട്രാക്ട് കണ്ടെയ്നിങ് എസ്കലേഷൻ ക്ലോസ്. ഈ ഓഡിറ്റഡ് കോസ്റ്റ് ഡാറ്റ എസ്കലേഷൻ ക്ലോസിൻ്റെ കാൽക്കുലേഷന് പറ്റുന്നുള്ളതാണ്. അപ്പം പിന്നെ നമ്മൾ എവിടേക്ക് വരണം? കോസ്റ്റിലെ കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്നുള്ള ചാപ്റ്ററിലേക്ക് വരണം. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, അവിടെ നമ്മൾ എസ്കലേഷൻ ക്ലോസ് എന്നുള്ളൊരു ഭാഗം പഠിച്ചിരുന്നു കോൺട്രാക്ട് കോസ്റ്റിങ്ങിൽ. അതെന്താ എസ്കലേഷൻ ക്ലോസ് എന്ന് ജസ്റ്റ് പറയാം, ശ്രദ്ധിച്ചിരിക്കാം. മെറ്റീരിയലിൻ്റെ പ്രൈസ് നിലവിൽ എത്രയാണ്? 100 രൂപയാണ്. ഇപ്പോൾ 1 കിലോഗ്രാം പെർ കിലോഗ്രാം ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ എസ്കലേഷൻ ക്ലോസ് എന്താ പറയുക? 100 രൂപ ഉള്ള മെറ്റീരിയലിൻ്റെ പ്രൈസ് ഇനി 120 ആയാൽ, അപ്പോൾ ഈ എക്സ്ട്രാ എമൗണ്ട് വരുന്നില്ലേ 20, ഈ 20ൻ്റെ ഒരു നിശ്ചിത പെർസെൻറ്റേജ് ആരാർക്ക് കൊടുക്കണം എന്നാണ് പറയുക? കോൺട്രാക്ടർക്ക് കോൺട്രാക്റ്റ് കൊടുക്കും എന്ന് പറയുന്നതാണ് എസ്കലേഷൻ ക്ലോസ്. ഓക്കെ അല്ലേ? വിച്ച് മീൻസ് എന്താ? 100 രൂപയാണ് ഇപ്പോൾ കല്ലിൻ്റെ വില, ഒരു കല്ലിൻ്റെ വില 100ആണ് കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ. അപ്പോൾ മാർക്കറ്റിൽ ഇങ്ങനെ കൂടി വരുന്നുണ്ട്. അപ്പോൾ കോൺട്രാക്റ്റ് എടുത്ത കമ്പനി ഉണ്ടല്ലോ, അവർ പറഞ്ഞത്, ഹൗസ് ഓണർ പറഞ്ഞത് 100 രൂപയുള്ള സാധനം എന്ത് ചെയ്യണം? ചിലപ്പോൾ 120 വരും. അത് 20 രൂപ കൂടിയാൽ അതിലേക്ക് ഒരു എമൗണ്ട് നിങ്ങൾ എക്സ്ട്രാ തരണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വലിയ നഷ്ടം ഉണ്ടാവും എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആക്ച്വലി എത്ര കോസ്റ്റ് വന്നു എന്നുള്ളത് കോസ്റ്റ് ഓഡിറ്റർ എന്ത് ചെയ്യും? സാക്ഷ്യപ്പെടുത്തിയാൽ ബിൽഡിംഗ് ഓണർക്ക് അല്ലെങ്കിൽ അതിൻ്റെ കോൺട്രാക്റ്റിക്ക് എന്ത് ചെയ്യും? ഒന്നുകൂടെ വിശ്വസിക്കാൻ പറ്റും. ഓക്കെ, ശരിയാണ്, ഇയാൾ പറഞ്ഞ 100 രൂപയുള്ള സാധനം എത്ര ആയിട്ടുണ്ട്? 120 ആയിട്ടുണ്ട്. അപ്പോൾ കോസ്റ്റ് ഓഡിറ്റ് ഇല്ലാത്തൊരു സ്ഥലത്ത് കോൺട്രാക്റ്റ് പറയുകയാണെന്ത് 100 രൂപയുടെ സാധനം 120 ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് അത്ര വിശ്വസനീയമാവില്ല. പക്ഷേ കോസ്റ്റ് ഓഡിറ്റ് നടന്നാൽ അതൊന്ന് വിശ്വസനീയമാണ്. അതാണ് പറയുന്നത് അവൈലബിലിറ്റി ഓഫ് കോസ്റ്റ് ഓഡിറ്റ് ഡാറ്റ, അവൈലബിലിറ്റി ഓഫ് ഓഡിറ്റഡ് കോസ്റ്റ് ഡാറ്റ. ഓഡിറ്റഡ് കോസ്റ്റ് ഡാറ്റ ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് സുഖസുന്ദരമായിട്ട് അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യാൻ പറ്റും? എസ്കലേഷൻ ക്ലോസ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ലാസ്റ്റത്തെ പോയിൻ്റാണ് 5th, ഹൈലൈറ്റിംഗ് ദ ഏരിയ ഓഫ് ഇൻഎഫിഷ്യൻസി. ഇൻഎഫിഷ്യൻസി ഉള്ളത് ഏതാണ്? അതാര് ഹൈലൈറ്റ് ചെയ്യും? കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ടിൽ ഹൈലൈറ്റ് ചെയ്യും. മിസ് മാനേജ്മെൻറ്റ്, തെറ്റായ മാനേജ്മെൻറ്റ് ഡിസിഷൻ ഉണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾ ഇന്ന തീരുമാനം എടുത്തതുകൊണ്ടാണ് ഇത്തരത്തിൽ കോസ്റ്റ് വന്നത് നോക്കുക, കോസ്റ്റ് ഓഡിറ്റിലുണ്ടാവും. ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, അല്ലേ? ഇതിൻ്റെ ആത്യന്തിക ലക്ഷ്യം ആർക്കാണ്? ഇങ്ങനെ ഇൻഎഫിഷ്യൻസി ഉണ്ട്, അപ്പോൾ ഇത് എഫിഷ്യൻ്റ് ആക്കണമെങ്കിൽ ഇന്നതൊക്കെ ചെയ്യണം. മാനേജ്മെൻറ്റ് ചെയ്ത ഒരു മിസ് മാനേജ്മെൻ്റ് ഉണ്ട്, അപ്പോൾ മാനേജ്മെൻറ്റ് ഒന്നുകൂടെ എന്ത് ചെയ്യും? എഫിഷ്യൻ്റ് ആവണം എന്നുള്ള എന്താ പറയുക ഡീറ്റെയിൽസൊക്കെ ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ കൊടുക്കുമ്പോൾ അത് കൺസ്യൂമേഴ്സിനും അതേപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിനൊക്കെ ബെനിഫിറ്റ് ഉണ്ടാവും. സച്ച് ദാറ്റ് നെസസറി കറക്റ്റീവ് ആക്ഷൻ കുഡ് ബി ടേക്കൺ ഇൻ ടൈം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് എന്ത് ചെയ്യാം? ഈ ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ നോക്കിയിട്ട് അത് എഫിഷ്യൻ്റ് ആവാനുള്ള കൃത്യമായ ആക്ഷൻസ് എടുക്കാനും അവർക്ക് സാധ്യമാകും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്ത് ചെയ്യുന്നത് ഈ ടോപ്പിക്കിൽ പറയുന്നത്. സോഷ്യൽ ഒബ്ജക്റ്റീവ് ഇതും നിങ്ങൾ എന്ത് ചെയ്യണം? മെമ്മറൈസ് ചെയ്യേണ്ടതാണ്. വിച്ച് മീൻസ് ബൈ ഹാർട്ട് ചെയ്യേണ്ട പോയിന്റുകളാണ്. ഒന്നും ഒഴിവാക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് മുതൽ അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യാം? കാണാം.